ഷാൻചേട്ടാ, ഈ ഹേ പ്രഭു ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയില്ലേ? നമ്മുടെ നാട്ടിൽ എന്റെ ദൈവമേ എന്ന് പറയുന്ന പോലെ കാഷ്വലായിട്ട് പറയുന്ന ഒരു വാചകമാണ് ഹേ പ്രഭു എന്നുള്ളത്. അതെ അതെ, നമ്മുടെ നാട്ടിൽ കാഷ്വലായിട്ട് എന്റെ ദൈവം എന്ന് പറയും. തൊട്ടടുത്ത് തമിഴ്നാട്ടിലോട്ട് ചെന്നതിൽ എന്റെ കടവുള എന്ന് പറയും. കർണാടകത്തിൽ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും ഉണ്ട് എനിക്കറിയില്ല. എനിക്കും അറിയില്ല. നമ്മള് ഈ പറഞ്ഞ പോലെ ഈ അസമിലെ വെള്ളപ്പൊക്കത്തിൽ അവര് ഒരു ദുരിത സാഹചര്യത്തിൽ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്ന പോലെ തന്നെയാണല്ലോ ഇത് പറഞ്ഞത്. നമ്മളിപ്പോ ശബരിമലയിലാണല്ലോ. ഈ അസമിൽ നിന്നായാലും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും തെലങ്കാനയിൽ നിന്നായാലും നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ ആയാലും ശബരിമല എത്തുമ്പോൾ സന്തോഷമായാലും സങ്കടമായാലും പ്രയാസമായാലും കഠിന സാഹചര്യങ്ങളായാലും ഒക്കെ ഒറ്റ വേർഷൻ. എന്താണ് ആ വേർഷൻ? അതൊന്ന് കണ്ടു നോക്കാം. ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഓം ശ്രീ സ്വാമിയേ ഓം സ്വാമിയേ. സജികുമാറിനൊപ്പം അശ്വജിത് സി, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം. സന്നിധാനത്ത് നിന്ന് അശ്വജിത്തുണ്ട് നമുക്കിപ്പം. AJ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പം ഡെസ്കിൽ നിന്ന് സന്നിധാനത്തേക്ക് പോയി എങ്ങനെയുണ്ട്? കാര്യങ്ങളൊക്കെ ഉഷാറാണോ? സേതു, ഗുഡ് മോർണിംഗ്. കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഇനി മകരവിളക്കിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സന്നിധാനം മകരവിളക്കിന് പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മകരവിളക്കിന് ഇവിടെ സന്നിധാനത്ത് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ മകരവിളക്കിനായി കാത്തിരിക്കുന്നു എന്ന് പറയാം. നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് വന്നാൽ സത്യത്തിൽ ആ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ഹിറ്റ് ഡയലോഗാണല്ലോ, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ഡയലോഗാണല്ലോ ഈ ഹേ പ്രഭു എന്നുള്ളത്. അതുപോലെ നമ്മൾ ഈ ഓരോ നാട്ടിലും നമ്മൾ കാഷ്വലായി ഉപയോഗിക്കുന്ന ഇത്തരം വാചകങ്ങളുണ്ടല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എൻ്റെ ദൈവമേ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ നാട്ടിലുണ്ട്. പക്ഷേ നമ്മൾ ഈ ശബരിമലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നാടുകളിൽ നിന്ന് ആര്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തു നിന്ന് പോലും ആളുകൾ വന്നാലും ഇവിടെ ഒറ്റ വാചകമേ ഉള്ളൂ, ഇവിടെ ഒറ്റ വാക്ക് മാത്രമേ കേൾക്കാൻ കഴിയൂ. അത് സ്വാമിയേ ശരണമയ്യപ്പ എന്നാണ്. അത് ഈ പറഞ്ഞതുപോലെ കാലമോ ദേശമോ മതമോ ജാതിയോ ഒന്നും ബാധകമല്ല. ഇവിടെ ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാമിയാണ് ശരണമയ്യപ്പ എന്ന മന്ത്രം മാത്രമാണ് കേൾക്കാൻ കഴിയുന്നത്. അതൊരു പ്രത്യേക അനുഭവമാണ്. തീർച്ചയായിട്ടും ശബരിമലയിൽ ഈ ഒരു മണ്ഡലകാലം, മകരവിളക്ക് കാലം, ഏതാണ്ട് ഒരു 60 ദിവസത്തോളം അടുപ്പിച്ചുള്ള തീർത്ഥാടന കാലം, അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഈ സന്നിധാനത്തും പരിസരത്തുമൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കേൾക്കുന്ന ശരണമന്ത്രങ്ങൾ, ശരണമുഖരിതമായിട്ടുള്ള അന്തരീക്ഷം, അതൊരു പ്രത്യേക അനുഭവമാണ്, പ്രത്യേക ഫീൽ തന്നെയാണ്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷവും. സേതു.